ഹലോ എല്ലാവർക്കും ഐ+ന്റെ പുതിയ ഒരു MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും RCCയും സ്റ്റീലുമാണ്. RCC ഇൻട്രൊഡക്ഷൻ മെറ്റീരിയൽ പോർഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു റിവിഷൻ പോലെ പരിഗണിച്ച് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഇൻ എ കോളം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. Okay, the diameter of longitudinal bars in a column should not be less than 6 mm, 20 mm, 16 mm, 12 mm. കോളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസിന്റെ ഡയമീറ്റർ എത്രയിൽ കുറയാൻ പാടില്ല, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. രണ്ടുപേരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഐശ്വര്യയും ശ്രീനിയും. ബാക്കിയുള്ളവരും കൂടെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, എളുപ്പം പറയണം, കാരണം നമുക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ആ 1 മണിക്കൂർ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് 12 മില്ലിമീറ്റർ ആണ് അല്ലേ. 12 മില്ലിമീറ്റർ ആണ് എന്ത് മിനിമം ഡയമീറ്റർ, ഇതിൽ കുറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീം സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ടെൻഷൻ സോൺ, കംപ്രഷൻ സോൺ, എയ്തർ ടെൻഷൻ ഓർ കംപ്രഷൻ, നൺ ഓഫ് ദി അബോവ്. ടെൻഷൻ സോൺ, കംപ്രഷൻ സോൺ, എയ്തർ ടെൻഷൻ ഓർ കംപ്രഷൻ, നൺ ഓഫ് ദി അബോവ്. എവിടെയാണ് ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീമിൽ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീമിൽ നമുക്കറിയാം നമ്മൾ ടെൻഷൻ സോണിലും കംപ്രഷൻ സോണിലും റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കണം അല്ലേ. പക്ഷെ നമ്മുടെ ഓപ്ഷൻ പ്രകാരം വരുന്ന മൂന്ന് ഓപ്ഷനും തെറ്റാണ്. അപ്പൊ നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരുന്നത്. അതായത് നമുക്കറിയാം ബീമിന് എമൗണ്ട് ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ്, എന്തുമാത്രം എമൗണ്ട് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു എന്നതിനെ വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സിംഗിളി റെയിൻഫോഴ്സ്ഡ് ബീമും ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീമും അല്ലെ. സിംഗിളി റെയിൻഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ സോണിൽ മാത്രം റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു അല്ലെ, അതാണ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീം നമ്മൾ എന്ത് കൊടുക്കും? ടോപ്പിലും ബോട്ടത്തിലും റെയിൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ടും ഇത് കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കംപ്രഷൻ സോണിലും കൊടുക്കണം, ടെൻഷൻ സോണിലും കൊടുക്കണം, രണ്ടിലും കൊടുക്കണം. ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു തന്നെ കറക്റ്റ്. സോ ആൻസർ നൺ ഓഫ് ദി അബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വെൽഡിംഗ് ദി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സൈറ്റ് വെൽഡിംഗ് ഈസ് ടേക്കൺ ആസ്. സൈറ്റ് വെൽഡും ഉണ്ട്, ഷോപ്പ് വെൽഡും ഉണ്ട്. അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഇവിടുത്തെ സൈറ്റ് വെൽഡിംഗിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? വെൽഡിംഗിൽ 1.25, 1.5, 1.2, 1.4. ഓക്കെ, എല്ലാവരും മാക്സിമം ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, 1.5 ആണ് അല്ലേ. ഷോപ്പ് വെൽഡ് ആവുമ്പം, അതായത് സൈറ്റ് വെൽഡ് ആവുമ്പം 1.5 ആണ്. പക്ഷെ ഷോപ്പ് വെൽഡ് ആണെങ്കിൽ എത്ര വരും? ഷോപ്പ് ആണെങ്കിൽ 1.25 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോഡ് ഓഫ് ഫെയിലിയർ ഇൻ ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയൽ? ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയലിലെ മോഡ് ഓഫ് ഫെയിലിയർ ഏതാണ്? ടെൻഷൻ, ബിയറിംഗ്, ഷിയർ, ക്രഷിംഗ്. ഓക്കെ, ഓക്കെ, 4 പേര് സി ആണ് പറഞ്ഞേക്കുന്നത്. സോ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഷിയർ ആണ് കറക്റ്റ് അല്ലേ. അപ്പൊ ഫില്ലറ്റ് വെൽഡ് എങ്ങനെ ഇരിക്കും? ഈ ഒരു രീതിയിലാണ് ഫില്ലറ്റ് വെൽഡ് ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് ഫില്ലറ്റ് വെൽഡ്. അതായത് ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേറ്റ് വെക്കാം, എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെൽഡ് ചെയ്ത് ചേർക്കാം അല്ലേ. ഈ രീതിയിലും വെക്കാം, അതുപോലെ തന്നെ ഈ രീതിയിലും വെക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ വെച്ചാലും ഈ ഒരു രീതിയിലാണ് ഫില്ലറ്റ് വെൽഡ് വരുന്നത്. അപ്പൊ ഇവിടെ 2 പ്ലേറ്റുകളുടെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷിയർ ഫെയിലിയർ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പം ഷിയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ M20 കോൺക്രീറ്റ് മിക്സ് ന്യൂമറിക് 20 റെപ്രസെന്റ്സ് ദി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 days കംപ്രസീവ് സ്ട്രെങ്ത്, 14 days കംപ്രസീവ് സ്ട്രെങ്ത്, 28th day കംപ്രസീവ് സ്ട്രെങ്ത്, 7 days ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതെ,
28th ഡേയിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു 20 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എം എന്ന് പറയുന്നത് മിക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. 20 is the characteristic compressive strength of എന്ത് ക്യൂബിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് 28th ഡേയിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെന്റെ ഡയമെൻഷൻ 150 by 150 by 150 mm ആണ് അല്ലെ, അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ. പിന്നീട് ഇതിൽ നിന്ന് ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സ്പെസിമെന്റെ ഡയമെൻഷൻ എത്രയാണ് ആൻഡ് ഈ ഒരു എം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 20 എന്താണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന യൂണിറ്റ് അതും ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ഓക്കെ, ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് മീൻസ്. റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സെക്ഷൻ ആണ്? നിങ്ങൾ ഫ്ലോറിംഗ് ഒക്കെ പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടാവും ഇത്. റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ടി സെക്ഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആതിര, ആഷ്ലി, ഐശ്വര്യ, ഇന്ദു എ ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ ആണ്. ഐ സെക്ഷനെയാണ് നമ്മൾ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആയിട്ട് പറയുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ IS 456/2000 the span to effective depth ratio of continuous slab of shorter spans up to 3.5 meter with a mild steel reinforcement and loading class up to 3 kilonewton per mm square is 35, 45, 50 and 40. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബ് ആണ്. കണ്ടിന്യൂസ് സ്ലാബിന്റെ കണ്ടീഷൻ ഷോർട്ടർ സ്പാൻ ആണ്, അപ് ടു 3.5 മീറ്ററേ ഉള്ളൂ. ആൻഡ് എന്താണ് ലോഡിംഗ് ക്ലാസ് അപ് ടു 3 kilonewton per mm square ആണ്. ഓക്കെ, ഇഫക്റ്റീവ് ഡെപ്ത് ടു മീൻസ് എന്താണ് ലെങ്ത് ടു വിഡ്ത്ത് ഡെപ്ത് റേഷ്യോ ആണ് വേണ്ടത്. അതായത് ഡിഫ്ലക്ഷൻ ലിമിറ്റ് ആണ് വേണ്ടത് അല്ലേ. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടും കണ്ടിന്യൂസ് സ്ലാബിനെ സിംപ്ലി സപ്പോർട്ടിന്റെയും ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ക്യാൻലിവറും ചോദിക്കാറുണ്ട്. അപ്പം IS 456 പ്രകാരമുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അതായത് നോർമലി ഇത് IS 456 ക്രോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സോ കണ്ടിന്യൂസ് സ്ലാബിന് കറസ്പോണ്ടിങ് L/D അല്ലെങ്കിൽ സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. അപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സജസ്റ്റഡ് റേഞ്ച് ഓഫ് സ്ലംബ് വാല്യൂ ഫോർ പമ്പബിൾ കോൺക്രീറ്റ്. 50 to 100, 25 to 75, 75 to 100, 100 to 150. ഏതാണ് പമ്പബിൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ഉള്ള സ്ലംബ് വാല്യൂന്റെ റേഞ്ച്? ഓക്കെ, മുബാറക്ക്, ആഷ്ലി, ഇന്ദു സി ആണ് പറഞ്ഞേക്കുന്നത്. 75 to 1000, സോറി 75 to 100. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് കാണിച്ചേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പം പല പല ടെക്സ്റ്റ് ബുക്കുകളിൽ പല പല സ്ലംബ് വാല്യൂസും ഓരോ കൺസ്ട്രക്ഷനായിട്ടുള്ള സ്ലംബ് വാല്യൂസ് പറയാറുണ്ട്. ഡി അല്ല കേട്ടോ, 75 to 100 ആണ്. ഓക്കെ, അപ്പം ഓരോന്നും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നോട്ട് കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പം നമുക്ക് വേണ്ട എന്താണ് പമ്പ്ഡ് കോൺക്രീറ്റ് ആണ് അല്ലേ. പമ്പ്ഡ് അല്ലെങ്കിൽ പമ്പബിൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് 75 to 100 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of this IS code provides specification for 53 grade OPC cement? മിക്കവാറും നമ്മളുടെ ഈ ഒരു ഗ്രേഡ് 1 എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. 53 ഗ്രേഡ് OPCക്ക് വേണ്ടിയിട്ടുള്ള IS കോഡ് ഏതാണ്? ഓക്കെ, സ്പെസിഫൈ ചെയ്യുന്ന IS കോഡ്. ഓക്കെ, IS 8112, IS 12269, IS 8041, IS 1489. ഓക്കെ, ഞാൻ ഓരോ കോഡുകളും എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കറിയാലോ 3 ഗ്രേഡിലുള്ള സിമെന്റുകളാണുള്ളത് അല്ലെ. 33 ഉണ്ട്, 43 ഉണ്ട്, 53 ഉണ്ട്. ഇത് മൂന്നും എന്തായാലും പഠിച്ചിട്ട് പോവുക എക്സാമിന് പോകുമ്പം. 33ക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് IS 269 ആണ് 33യുടെ കോഡ്. ഓക്കെ, അടുത്തത് ഞാൻ പറയുമ്പോഴത്തേനും മനസ്സിലാക്കുക. കുറെ പേരൊക്കെ ശരിയാക്കി, കുറച്ച് പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. IS 269 ആണ് 33 ഗ്രേഡ് OPCയുടെ IS കോഡ്. 43 ഗ്രേഡ് OPCയുടെ IS കോഡ് എന്ന് പറയുന്നതാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഏത് 8112 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് അത് IS 8112 ആണ് 43 ഗ്രേഡ്. 53 ഗ്രേഡ് വരുമ്പോൾ അത് ഏതാണ് വരുന്നത്? സി ആണ് 8041. ഓക്കെ, IS 8041 ആണ് 53 ഗ്രേഡ് സിമെന്റിന്റെ ഉള്ളത്. പിന്നീട് ബാക്കി ഇവിടെ 2 കോഡുകൾ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇതും പറഞ്ഞു അല്ലെ. IS 12269. ഓക്കെ, IS 12269 ഏതാണ് പറയുന്നത്?
സോറി, ഇവിടെ 8041 എന്ന് പറയുന്നത്, സോറി 8041 അല്ല, IS 12269 ആണ് 53 ഗ്രേഡിന്റെ കേട്ടോ. സോറി, ഓപ്ഷൻ തമ്മിൽ തിരിഞ്ഞു കിടക്കുവാണ്. ഇത് സി. ഓക്കെ, ഇതാണ് എല്ലാവരും പറഞ്ഞതെന്ന് വിചാരിക്കുന്നു കേട്ടോ. കൂടുതൽ പേരും പറഞ്ഞത് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് ഏത് നമ്മുടെ OPC 53 ഗ്രേഡ് OPCയുടേത്. ഇത് ഏത് കോഡാണെന്ന് പറയാൻ പറ്റുമോ? 8041. ഓക്കെ, അറിയാവുന്നവർക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. IS 8041 ഏത് സിമെന്റ് തന്നെയാണ്, ഏത് സിമെന്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഓക്കെ, അത് പറയുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് RHC. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ്. നെക്സ്റ്റ് IS 1489 ഏതാണ്? അതെ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ് 8041. 1489 ഏതാണ്? അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. PPC ആണ് കേട്ടോ. പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് ആണ്. പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് IS 1489. ഓക്കെ, കറക്റ്റ് ആണ്. ആഷ്ലി പറഞ്ഞ കറക്റ്റ് ആണ്. ഇത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റും ഇത് 1489 PPC ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 53 ഗ്രേഡ് പ്രകാരമുള്ള വാല്യൂ C ആണ്. IS 12269 ആണ് കേട്ടോ, C. ഓക്കെ, ഇത് രണ്ടെണ്ണം വട്ടമിട്ടിരിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോരുത്. C എന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന സെക്കൻഡ് വൺ ആണ് 53 ഗ്രേഡ് OPC എന്ന് പറയുന്നത്. ഓക്കെ, 53 ഗ്രേഡിന് കറസ്പോണ്ടിങ് IS 12269. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുപോലെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിമെന്റുകളുടെ എല്ലാം പേരുകൾ എഴുതുക, അതിന് കറസ്പോണ്ടിങ് IS കോഡുകൾ എഴുതുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ബെൻഡിങ് മൊമെന്റ്? ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ബെൻഡിങ് മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി algebraic sum of the moments of all the forces to the left of a section. Bending moment is the algebraic sum of the moments of all the forces to the right of a section. Bending moment is defined as the algebraic sum of the moments of all the forces either to the left or to the right of the section. All of the above. ഏതാണ് ആൻസർ? ഓക്കെ, ആഷ്ലി C ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരുടെ പെട്ടെന്ന് ആൻസർ പറയുക. ഓക്കെ, ആതിരയും C ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, C ആണ് എല്ലാവരും ആൻസർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ PSC എക്സാമിന് 2023 ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, 2023 അവസാനത്തെ ഒരു മാസം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു എക്സാമിന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മീൻസ് എല്ലാവരും ഇതിൽ AC ആണ് കൂടുതലും പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾ ഓഫ് ദി എബോവ് ആണ് PSCയുടെ ആൻസർ കേട്ടോ. ഫൈനൽ ആൻസർ കീഴിൽ D ആണ് കറക്റ്റ്, ഓൾ ഓഫ് ദി എബോവ്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നോക്കിയേ, C നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കിയേ. ബെൻഡിങ് മൊമെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി algebraic sum of the moments of all the forces either to the left ആണ്, ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, റൈറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, ലെഫ്റ്റിലേക്ക് മാത്രം എടുത്താലും അത് എന്താണ്, ബെൻഡിങ് മൊമെന്റ് ആണ്. റൈറ്റിലേക്ക് മാത്രം എടുത്താലും അത് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ എന്താണ്, ഈ ഒരു ഡെഫിനിഷനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചേക്കുക ചെയ്യുന്നത് അല്ലേ? അപ്പൊ മൂന്നും എന്താണ്, ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, C പറഞ്ഞവർക്ക് എല്ലാം തെറ്റാണ് പറഞ്ഞതെന്നല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമുകൾക്ക് വരാറുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സൺഷെയ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബീം? A sunshade is an example of which type of beam? Simply supported beam, continuous beam, fixed beam, cantilever beam. Simple question ആണ് അല്ലേ? നമ്മുടെ നോർമലായിട്ട് നമുക്ക് ബീമുകൾ, ടൈപ്പ് ഓഫ് ബീം എല്ലാവരും പഠിക്കുന്നുണ്ട്. സോ ഇതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത് D. കാൻഡിലിവർ ബീം ആണ് അല്ലേ? വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ആ രീതിയിലാണ് സൺഷെയ്ഡിന്റെ സ്ലാബിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If L is the unsupported length of the compression member, then the effective length of compression member effectively held in position at both ends but not restrained against rotation is. Okay, നമ്മുടെ സിലബസിൽ ടെൻഷൻ മെമ്പറും കംപ്രഷൻ മെമ്പറും എല്ലാം ഉണ്ട്. പോരാത്തതിന് RCCയിൽ കോളവും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ RCCയിൽ കോളവും പഠിക്കാനുണ്ട്, സ്റ്റീലിന്റെ ഭാഗത്ത് നിന്ന് ടെൻഷൻ മെമ്പറും കംപ്രഷൻ മെമ്പറും പഠിക്കാനുണ്ട്. അപ്പോൾ കംപ്രഷൻ മെമ്പറിൽ കോളം ഉള്ളതാണ് ഓൾറെഡി. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസും വന്നാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ? അപ്പം if L is the unsupported length of the compression member, then the effective length of compression member effectively held in position at both ends but not restrained against rotation is 0.65 L, 0.8 L, L 2L. നമ്മൾ IS 456ഉം IS 800ഉം നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 6 കണ്ടീഷൻസ് ആണുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ഗ്രേഡ് 1 ഗ്രേഡ് 2 എക്സാമിനൊക്കെ പോകുമ്പോഴത്തേനും ഒരു അറ്റ്ലീസ്റ്റ് 4 കണ്ടീഷൻസ് എങ്കിലും നോക്കിയിട്ട് പോവുക. ഓക്കെ, ഓയിലേഴ്സ് ബക്ലിംഗ് തിയറി പ്രകാരമുള്ള 4 കണ്ടീഷൻസ് എങ്കിലും നോക്കിയിട്ട് പോവുക. ഓക്കെ,
അപ്പം പറഞ്ഞവര് ആതിര, ഇന്ദു, നിജ 3 പേരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരും കൂടി ആൻസർ ചെയ്യുക. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എൽ തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ആ 4 കണ്ടീഷൻസും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ നോർമൽ ആയിട്ടുള്ള സപ്പോർട്ട് കണ്ടീഷൻസ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുക. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് വേറെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് വെച്ചാൽ ഇഫക്റ്റീവായിട്ട് ഹെൽഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ? സോ sorry, effectively held in position to both ends but not restrained against rotation ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് റീസ്ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒരിക്കലും ഫിക്സ്ഡ് ആക്കി പറയാൻ പറ്റില്ല അല്ലെ? റൊട്ടേഷൻ എന്താണ്? പോസിബിൾ ആണ്, പക്ഷെ എന്താണ്? ഹെൽഡ് ഇൻ പൊസിഷൻ ആണ്. എന്ന് വെച്ചാൽ എന്ത് വരും? ഫിക്സഡ് സപ്പോർട്ട് അല്ല, ഫിക്സഡ് മാറി അത് എന്തായിട്ട് മാറി? ഹിഞ്ചഡ് അല്ലെങ്കിൽ പിൻഡ് ആയിട്ട് മാറി. ഓക്കെ, സോ ബോത്ത് എൻഡ് എന്താണ്? ഹിഞ്ചഡ് ആണ്. ഓക്കെ, അപ്പോൾ ബോത്ത് എൻഡ് ഹിഞ്ചഡിന്റെ കണ്ടീഷൻ എന്താണ്? ഈ കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഇഫക്റ്റീവ് ലെങ്ത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കോളത്തിന്റെ എത്ര ലെങ്ത് ആണ് ഇഫക്റ്റീവ്ലി ബെൻഡിങ്ങിൽ അല്ലെങ്കിൽ ബക്ലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുന്ന് ഈ ഒരു രീതിയിലാണ് ഇത് വളയുന്നത് അല്ലെ? പിന്നെ ഈ ഒരു ഫിക്സഡ് ബീം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മീൻസ് എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ. സോ ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. ഇതെന്താ വ്യത്യാസം? ഇത് തിയററ്റിക്കൽ വാല്യൂ ആണ് ആൻഡ് ഇത് റെക്കമെൻഡഡ് വാല്യൂ ആണ്. എന്ന് വെച്ചാൽ റെക്കമെൻഡഡ് മീൻസ് IS 456 അല്ലെങ്കിൽ IS 800 പ്രകാരമുള്ള വാല്യൂ. ബട്ട് ഇത് തിയററ്റിക്കലി നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അല്ലെ? ഓയിലറിന്റെ ബക്ലിംഗ് തിയറി പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തേക്കുന്നത്. അതാണ് തിയററ്റിക്കൽ വാല്യൂയും റെക്കമെൻഡഡ് വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം. അത് 2 വാല്യൂസും പഠിച്ചു വെക്കുക. രണ്ടും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ ഈ 4 കണ്ടീഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വന്നു? L ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If L is the length of the reinforcing bar and D is the diameter, the total length of straight bar hooked at. Okay, so the total length of straight bar hooked at both ends is. എന്താണ് ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രെയിറ്റ് ബാർ എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന മെയിൻ ബാറിന്റെ 2 അറ്റത്ത് നമ്മൾ ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്ലാബിന്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് L is the length of the reinforcing bar and D is the diameter, the total length of straight bar hooked at both ends is. ഓക്കെ, എല്ലാവരും സി ആണ് പറഞ്ഞേക്കുന്നത്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഹുക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ബാർ. സോ ഈ ഒരു സ്ട്രെയിറ്റ് ബാറിൽ എന്താണ് കൊടുത്തേക്കുന്നത്? ഈ 2 എൻഡിലായിട്ട് ഇങ്ങനെ ഹുക്ക് കൊടുത്തേക്കുന്നു. ഒരു ഹുക്കിന്റെ ലെങ്ത് 9D, 9 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദി ബാർ, അല്ലെങ്കിൽ 9.5 എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അപ്പൊ 2 എൻഡും കൂടി വരുമ്പോൾ 9.5 + 9.5 വരും 18.5. സോ L + 18.5 എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സോ ആൻസർ വരുന്നത് സി. കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്, L + 18.5. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആസ് പെർ IS ഗൈഡ്ലൈൻസ് ഫോർ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ദ വാട്ടർ സിമെന്റ് റേഷ്യോ ഷോൾ നോട്ട് എക്സീഡ്. As per IS guidelines for underwater concreting, this water cement ratio shall not exceed എന്ന് വെച്ചാൽ മാക്സിമം ആണ് കേട്ടോ. മാക്സിമം ലിമിറ്റ് എത്രയാണ് വാട്ടർ സിമെന്റ് റേഷ്യോയുടെ? അഖിലും ശ്രീനിയും സി ആണ്, അനന്തു എ ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരും കൂടി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ലേ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 0.6 ആണ് കേട്ടോ. മാക്സിമം അണ്ടർ വാട്ടർ കോൺക്രീറ്റിലെ മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് IS ഗൈഡ്ലൈൻസ് പ്രകാരം 0.6 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാക്സിമം സിമെന്റ് കണ്ടന്റ് ഫോർ കൺവെൻഷണൽ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. മിനിമം സിമെന്റ് കണ്ടന്റ് നമുക്കറിയാം IS കോഡിൽ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? വാട്ടർ സിമെന്റ് റേഷ്യോ, സിമെന്റ് കണ്ടന്റ് അല്ലേ? ഇതിൽ എത്രയാണ് മാക്സിമം സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത്? അതും നമ്മുടെ IS കോഡിൽ ആ ടേബിളിന്റെ താഴെയായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 450 kg/m³ ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The minimum grade of concrete to be used in reinforced concrete structures constructed along the sea coast. Minimum grade of concrete to be used in reinforced concrete structures constructed along the sea coast. M30, M20, M40, M25. ഓക്കെ, എല്ലാവരും എ ആണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് തന്നെയാണ്, M30 ആണ് അല്ലേ. പിന്നെ നിങ്ങൾ ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിനിമം ഗ്രേഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക വെറുതെ. ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. സോ ഫോർ ജനറൽ RCC കൺസ്ട്രക്ഷൻ, ജനറൽ RCC കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, M20 ആണ് അല്ലേ. പിന്നീട് ഇൻ സീ വാട്ടർ കൺസ്ട്രക്ഷൻ, സീ വാട്ടർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലേ, ഈ ഒരു കേസ് സീ വാട്ടറിൻ്റെതാണ്, അത് M30 ആണ്. പിന്നീട് സീ വാട്ടറിന് വേണ്ടി തന്നെ നമ്മൾ RCC ഉപയോഗിക്കുമ്പോഴാണ് M30, PCC ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതിനേക്കാൾ ഗ്രേഡ് കുറവ് മതി, M20. ദെൻ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും പോസ്റ്റ് ടെൻഷൻ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്, രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീ സ്ട്രെസ്സിങ്, പ്രീ ടെൻഷനിങ്ങും ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങും ഉണ്ട്. പ്രീ ടെൻഷനിങ് ആണെങ്കിൽ M40, പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ M30. ഓക്കെ, ഇത്രയും ഈ ഒരു 5 എണ്ണം പഠിച്ചു വെക്കുക. പിന്നെ വാട്ടർ ടാങ്കിന്റെ ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് നമ്മുടെ സിലബസിലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പിന്നീട് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും IS കോഡിൽ കൊടുത്തിട്ടുണ്ട്, അതും നോക്കണം. അതുപോലെ തന്നെ എക്സ്പോഷർ കണ്ടീഷൻസും മനസ്സിലാക്കി വെക്കുക. അതായത് മൈൽഡ്, മോഡറേറ്റ്, പിന്നെന്താണ് സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം, ഈ 5 കണ്ടീഷൻസിലും ഉപയോഗിക്കുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം എക്സാമിന് പോകുന്നതിന് മുന്നേ. അതുപോലെ തന്നെ ഓരോ കണ്ടീഷൻസിലും എന്തെല്ലാമാണ് ഒരു സ്ട്രക്ചർ വിധേയമാകുന്നത് അതും നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് M20 ആണ്, സോറി M30 ആണ്. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following concept is usually adopted for seismic strengthening structural elements? കോഡിൽ നമുക്കറിയാം, സോറി കോഡിലല്ല, സിലബസിൽ സേഫ്റ്റി അഗെയിൻസ്റ്റ് എർത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടി ഉണ്ട് അല്ലേ. അപ്പൊ വേണമെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ഫോർ സീസ്മിക് സ്ട്രെങ്തനിങ് സ്ട്രക്ചറൽ എലമെന്റ്സ്? ഫസ്റ്റ് ഓപ്ഷൻ വീക്ക് കോളം സ്ട്രോങ് ബീം, strong column weak beam, strong column strong beam, weak column weak beam. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ആഷ്ലി, നിജ, അഖിൽ, ഇന്ദു, ബാക്കിയുള്ളവർക്കും കൂടി പറയാം കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ നല്ലപോലെ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, കാരണം അത് റിവിഷൻ ആണ്. അപ്പൊ ഏതാണ് സ്ട്രോങ് കോളം വീക്ക് ബീം? കറക്റ്റ് ആൻസർ ആണ്, സ്ട്രോങ് കോളം വീക്ക് ബീം. എന്തുകൊണ്ടാണ്? അതായത് ബീം വീക്ക് ആയാലും വലിയ പ്രശ്നമില്ല, കാരണം എന്താണ്, താഴത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കോളം കൊണ്ട് അതിനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് സ്ട്രോങ് കോളം വീക്ക് ബീം കോമ്പിനേഷൻ ബെസ്റ്റ് ആണ്. പിന്നെ അതിന്റെ കൂടുതലായിട്ടുള്ള സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഹയർ ലെവലാണ്, അത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കാം. അടുത്തായിട്ട് നോക്കാം. The statement fillet welds of size closer to the minimum size of weld are preferred as it is more economical is. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. ദ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഫില്ലറ്റ് വെൽഡ് ഓഫ് സൈസ്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഫില്ലറ്റ് വെൽഡ് ഓഫ് സൈസ് ക്ലോസർ ടു ദി മിനിമം സൈസ് ഓഫ് വെൽഡ് ആർ പ്രിഫേർഡ് ആസ് ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? അതായത് ഫോൾസ് എന്ന് പറയുമ്പോൾ ബിഗർ സൈസ് ഫില്ലറ്റ് ആണോ ബെറ്റർ, വെൽഡ് സൈസ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ സൈഡ് കണ്ടീഷൻസ്, ദെൻ നോ സച്ച് പ്രിഫറൻസസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ഇതൊക്കെ റീസെന്റ് ആയിട്ട് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഫില്ലറ്റ് വെൽഡ് ഓഫ് സൈസ് ക്ലോസർ ടു ദി മിനിമം സൈസ് ഓഫ് വെൽഡ് ആർ പ്രിഫേർഡ് ആസ് ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ഈസ്. അതായത് നമ്മൾ ഫില്ലറ്റ് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് മിനിമം സൈസിനോട് ചേർന്നിട്ടുള്ളത് എടുക്കുന്നതാണോ എക്കണോമിക്കൽ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. അല്ല, ഡി അല്ല. നമുക്ക് ആക്ച്വലി ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ട്രൂ ആണ്. ഓക്കെ, ശ്രീനിയാണ് പറഞ്ഞേക്കുന്നത്. ഇതാ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സൈസുകൾ എല്ലാവർക്കും അറിയായിരിക്കും.
നമ്മൾ നോർമലി നോക്കി പഠിച്ചങ്ങ് പോകും, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല ആരും. സോ മിനിമം സൈസ് ഓഫ് വെൽഡ് എപ്പോഴും നമ്മൾ മിനിമം സൈസ് ഓഫ് വെൽഡ് വേണം എടുക്കാനായിട്ട്, അല്ലേ? മിനിമം ആയിട്ട് വേണം എടുക്കാനായിട്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 3 mm. 3 mm if thicker plate is less than 10 mm. Then 5 mm if thicker plate is 10 to 20. അതായത് പ്ലേറ്റിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സൈസ് എടുക്കുന്നത്. അതുപോലെ തന്നെ മിനിമം സൈസ് വേണം എപ്പോഴും പ്രിഫർ ചെയ്യാനായിട്ട്. അതായത് ഇപ്പം ഇൻ കേസ് നമുക്ക് എന്താണ് നമ്മുടെ നിങ്ങളിപ്പം പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വെൽഡഡ് കണക്ഷൻസിന്റെ ഒക്കെ. അപ്പം ഈ തിക്നെസ് തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന മിനിമം സൈസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 3 mm ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാമായിരിക്കും. നമുക്കിപ്പം നമ്മൾ കോളേജിൽ ഒക്കെ പഠിച്ചിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. വെൽഡഡ് കണക്ഷന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിന്റെ തിക്നെസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ, നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് 3 mm ആണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എപ്പോഴും മിനിമം സൈസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, കാരണം എക്കണോമി എന്ന് പറയുന്ന സംഭവം അതാണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾസ് ഇസ് റെഡ്യൂസ്ഡ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. The shear capacity of bolt is reduced when total thickness of connected plates exceeds 5 times the nominal diameter of bolt when packing plates are more than 6 mm thick. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അറിയാലോ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കുക. വെൻ ടോട്ടൽ തിക്നെസ് ഓഫ് ദി കണക്റ്റഡ് പ്ലേറ്റ്സ്, കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പ്ലേറ്റുകളുടെയും തിക്നെസ് അല്ലെ, അത് എക്സീഡ്സ് 5 times ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. അതുപോലെ തന്നെ വെൻ പാക്കിംഗ് പ്ലേറ്റ്സ് ആർ മോർ ദാൻ 6 mm തിക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആസ് ബോൾട്ട്സ് ആർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. രണ്ടാമത്തത് only the second statement is correct. Then shear capacity of bolt is evaluated without considering the above factors. Only the first statement is correct. ആരും തന്നെ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്, മീൻസ് പഠിക്കാത്തൊരു ഭാഗമാണ് ഈ ഒരു ഷിയർ കപ്പാസിറ്റിയിലെ ഈ രണ്ട് ഫാക്ടേഴ്സ്, മീൻസ് ഈ രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, എല്ലാവർക്കും ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ട് കണ്ടീഷൻസും കറക്റ്റ് ആണ് കേട്ടോ, ബി അല്ല. ബോത്ത് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നമ്മുടെ IS 800 പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. IS 800 ഏകദേശം ഒരു 70-72 ആ ഒരു പേജിലാണെന്ന് തോന്നുന്നു. സോ IS 800 ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പാക്കിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഒരു വെൽഡില് നമ്മളിങ്ങനെ വെച്ചു. ഓക്കെ, ഒരു പ്ലേറ്റ് ഇതാണ്, ദെൻ അടുത്ത പ്ലേറ്റ് ഇങ്ങനാന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്, ഇങ്ങനെ നേരെ വെച്ചു. ഓക്കെ, ഇത് ഞാൻ സെക്ഷൻ ആണ് കാണിച്ചേക്കുന്നതെന്ന് ഓർക്കുക. ഞാനിപ്പോൾ ചരിച്ചാ വരച്ചേക്കുന്ന, നേരെ വരയ്ക്കാം. സോ ഇത് നമ്മുടെ ഒരു പ്ലേറ്റ്, ദെൻ ഇത് നമ്മുടെ അടുത്ത പ്ലേറ്റ്. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് T1 ഈ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് T2 ആണല്ലോ. അപ്പൊ ഈ രണ്ട് പ്ലേറ്റും കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കറക്റ്റ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ പ്ലേറ്റ് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പാക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ കവർ പ്ലേറ്റ് ഇങ്ങനെ വെക്കുന്നു, ദെൻ താഴെയും കവർ പ്ലേറ്റ് വെക്കുന്നു, ഇവിടെ ബോൾട്ട് ഇടുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യും അല്ലേ? ഇപ്പൊ വെൽഡെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് പാക്കിംഗ് പ്ലേറ്റ്. പാക്കിംഗ് പ്ലേറ്റ് നമ്മൾ കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ടോട്ടൽ, അതായത് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു ബീറ്റ PK എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. കോഡ് നിങ്ങൾ നോക്കിയാൽ മതി. സോറി, ഇതാ ഇവിടെ ഉണ്ട്, അതായത് ഉണ്ടോ, ബീറ്റ PK എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇത്രയും നമ്മൾ കണ്ടുപിടിക്കും. അതായത് തിക്നെസ് ഓഫ് ദി പാക്കിംഗ് പ്ലേറ്റ് വെച്ചിട്ട് ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഷിയർ കപ്പാസിറ്റിയുടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1 ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ എന്തായാലും ഷിയർ കപ്പാസിറ്റിയുടെ ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷിയർ കപ്പാസിറ്റി കുറയും. ഓക്കെ, നമ്മൾ ആ ഒരു ലെവലിലൊക്കെ വേണം പഠിക്കാനായിട്ട്. കാരണം നമുക്ക് ഇപ്പൊ അറിയാലോ, നിങ്ങൾക്ക് ഇപ്പൊ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഹയർ ലെവൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വെൻ ടോട്ടൽ തിക്നെസ് ഓഫ് ദി കണക്റ്റഡ് പ്ലേറ്റ്സ് എക്സീഡ് 5 times the nominal diameter of the bolt, the shear capacity shall be reduced by this factor. ഓക്കെ, ബീറ്റ LG എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അതൊന്നും ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒന്നും ആരും ചെയ്തിട്ടൊന്നും കാണത്തില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഫാക്ടർ വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് A ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The thickness of slab is 70 mm. The maximum diameter of reinforcement that can be used is. ഒരു സ്ലാബിന്റെ തിക്നെസ് 70 mm ആണെങ്കിൽ അതിന്റെ റെയിൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ഡയമീറ്റർ എത്രയാണ്? എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ചെറിയൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി അല്ലേ? ചെയ്ത് നോക്കിയിട്ട് പറയുക.
ചെയ്ത് നോക്കിയിട്ട് പറയുമ്പോൾ കറക്റ്റ് ഈ ഒരു ഓപ്ഷനിലെ വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ലോജിക് അനുസരിച്ചിട്ട് എടുക്കുക. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇതാണ്. എല്ലാവരും ആൻസർ, അഖിലും ഐശ്വര്യയും ശ്രീനിയും എ ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്യുക കേട്ടോ. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയുക. ഇനിയും പകുതിയിലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം റിലേഷൻഷിപ്പ് ഇതാണ്. ഏതാണ്? മാക്സിമം ഡയമീറ്റർ ഓഫ് ദി മാക്സിമം ഡയമീറ്റർ ആണ്. അതും കൂടി ആലോചിക്കണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരണം? T/8 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കാൻ തിക്നെസ് 70 ആണ്. 70/8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഏകദേശം ഒരു 6 പോയിന്റ്, അല്ല സോറി, എത്ര കിട്ടും? 8 പോയിന്റ് സംതിങ് കിട്ടും അല്ലെ? 8 പോയിന്റ് സംതിങ്. അപ്പം 8 പോയിന്റ് സംതിങ്ങിന് ഇപ്പൊ 8.7 ആണെങ്കിൽ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 9 ആക്കി എടുക്കത്തില്ലല്ലോ. കാരണം മാക്സിമം ഇത്രേ പാടുള്ളൂ, അതിനേക്കാൾ കൂടാൻ പാടില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇപ്പം ഇവിടെ ഒരു എന്താണ് 8 ഇപ്പൊ 9 mm ഉണ്ടായിരുന്നെങ്കിൽ ചിലരെങ്കിലും 9 mm എന്ന് കറുപ്പിച്ചേനെ. ഓക്കെ, 9 mm ഇല്ല, 10 ആണ്. സോ 8.7 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 9 mm ആയിട്ട് എടുക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ മാക്സിമം ആണ് T/8 എന്ന് വെച്ചാൽ മാക്സിമം 8.7 ആവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 9 എടുക്കത്തില്ലല്ലോ. ഞാൻ ഇത് പറയാൻ കാരണം ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ 8.7 അപ്രോക്സിമേറ്റ് ചെയ്ത് 9 ആയിട്ട് എടുക്കത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദി മാക്സിമം ഡയമീറ്റർ. അപ്പൊ നമ്മൾ അതിനെ കുറച്ചിട്ട് 8 ആക്കി എടുക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കോളം ഓഫ് സൈസ് 400/400 മീറ്റർ, സോറി ഇത് മീറ്റർ അല്ല, ഇത് mm തന്നെ കേട്ടോ, സോറി mm. ഓക്കെ, 400 mm/400 mm have 4 numbers of 25 mm bars and 4 numbers of 12 mm bars. The size and spacing of lateral ties recommended is. lateral ties എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. lateral ties ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഏതാണ്? സ്പൈറൽ റെയിൻഫോഴ്സ്മെന്റ് അല്ലെ, ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റ്. അപ്പോൾ ലാറ്ററൽ ടൈസിന്റെ സൈസും സ്പേസിംഗും ആണ് നമുക്ക് വേണ്ടത്. എത്രയാണ്? സൈസ് മീൻസ് ഡയമീറ്റർ അല്ലെ, സ്പേസിംഗ് എന്ന് വെച്ചാൽ പിച്ച്. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയി കാണും. സോ നമ്മുടെ കോളത്തിന്റെ സൈസ് തന്നിട്ടുണ്ട്, ബാറുകളുടെ സൈസുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാറ്ററൽ ടൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈസും സ്പേസിംഗും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്ദു എ ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിയോ ആലോചിച്ച് നോക്കിയോ ഒക്കെ വേണം പറയാനായിട്ട്, വെറുതെ പറയരുത്. ഓക്കെ, ഓക്കെ, അഖില് ബി ആണ് പറഞ്ഞേക്കുന്നത്. ശ്രീനിയും ബി ആണ്. ബാക്കിയുള്ളവരുടെ ആൻസർ പറയുക. ഇനി ഒരുപാട് പേര് പറയാനുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടിരുന്നവരാരും മിണ്ടുന്നില്ല. ഓക്കെ, ഇന്ദു, ശ്രീനി, അഖില്. ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ലേ? ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബി. ആഷ്ലിയും ബി ആണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻസ് മീൻസ് കണ്ടീഷൻസ് സ്പെസിഫിക്കേഷൻസ് കാണിച്ചു തരാം. ലാറ്ററൽ ടൈസിന്റെ പിച്ചിന് 3 കണ്ടീഷൻസ് ആണുള്ളത് അല്ലെ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 16x5 ലോഞ്ചിറ്റ്യൂഡ് മിനിമം ഡയമീറ്റർ ഉള്ള ലോഞ്ചിറ്റ്യൂണൽ ബാറിന്റെ ഡയമീറ്റർ ഇൻറ്റു 16 300 mm. ഓക്കെ, പിന്നെ വരുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. അടുത്തത് എന്താണ്? ഡയമീറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഡയമീറ്റർ ഓഫ് ദി ലോഞ്ചിറ്റ്യൂണൽ ബാർ ബൈ 4 and 6 mm. ഓക്കെ, പിച്ചും ഡയമീറ്ററും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഡയമെൻഷൻ തന്നിരിക്കുന്നത്? കോളത്തിന്റെ സൈസ് 400/400 തന്നിട്ടുണ്ട്. ഒരു ബാറിന്റെ ഒരു ടൈപ്പ് ബാർ എല്ലാ 4 നമ്പർ തന്നെ 25 mm 12 mm അല്ലെ. അപ്പം 25 mm ആണ് ഒരു ടൈപ്പ് ബാർ, മറ്റേത് 12 mm ആണ് അല്ലെ, 12. അതെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് പിച്ച് കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. പിച്ച് ആണെങ്കിൽ ഒന്ന് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് വെച്ചാൽ 400 mm അല്ലെ. പിന്നീട് വരുന്ന എത്രയാണ് എന്ന് വെച്ചാൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എത്രയാണ്? 400 mm. അത് പോട്ടെ. നെക്സ്റ്റ് 16 × 5 ലോഞ്ചിറ്റ്യൂഡിനൽ മിനിമം ലോഞ്ചിറ്റ്യൂഡിനലിന്റെ 5 ആണ്, അതായത് ഇത് അല്ലെ. അപ്പൊ 16 × 12 ചെയ്ത് നോക്കുക, എത്ര കിട്ടും? ഏകദേശം ഒരു ചെയ്ത് നോക്കുക, 192 ആണെന്ന് തോന്നുന്നു, 192 കിട്ടും അല്ലെ. പിന്നെ വരുന്നത് 300 mm ആണ്. അപ്പൊ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര എടുക്കണം ഇവിടെ? എടുക്കേണ്ട വാല്യൂ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഡയമീറ്റർ കൂടി നമുക്ക് നോക്കാം. ലോഞ്ചിറ്റ്യൂണൽ ഡയമീറ്റർ മാക്സിമം ലോഞ്ചിറ്റ്യൂണൽ ഡയമീറ്ററിന്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ 25 ആണ്. സോ 25 / 4 ആണ് ഇത് ചെയ്യേണ്ടത്.
അപ്പൊ ഏകദേശം ഒരു 6 4 24 6.1 കിട്ടുമെന്ന് തോന്നുന്നു അല്ലെ? 6.1 കിട്ടും. അത് ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? മിനിമം വെച്ചിട്ട് എടുക്കണം. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ 6.1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 7 ആക്കണം. ഒരിക്കലും നമ്മുടെ ഡയമീറ്ററുകളുടെ ബാർ 7 mm കൊടുക്കാറില്ല. നിങ്ങൾ നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ നോക്കിയാൽ മതി. അതിൽ നമ്മൾ നോർമലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെന്റ് ബാറുകളുടെ ഡയമീറ്ററുകൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ IS കോഡ് നോക്കിയാലും മതി. സോ 7 mm നമുക്ക് റെയിൻഫോഴ്സ്മെന്റിന് ഡയമീറ്റർ വരത്തില്ല. 6 കഴിഞ്ഞാൽ പിന്നെ 8 ആണ് വരുന്നത്. സോ 8 mm വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പിന്നീട് 6 mm ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണോ വലുത് അത് വേണം കൊടുക്കാൻ. ആൻഡ് ഇതിൽ ഏതാണോ വലുത് അത് വേണം കൊടുക്കുക. അല്ല, ഇതിൽ ഏതാണ് ചെറുത് അത് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഏത് വരും? 192 ആണ് ഇതിൽ ചെറുത്. ഇതിൽ ഏതാണ് വലുത്? 8 mm ആണ് വലുത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ, ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 192 വരും, 8 mm വരും. നമുക്ക് നോക്കാം അങ്ങനത്തെ ആൻസർ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, 192 ഇല്ല, 190 ഉണ്ട്, 8 mm ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്നൊന്ന് പറഞ്ഞേക്കണേ. നമ്മൾ നോർമൽ ആയിട്ട് പിച്ചിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻസ് ആണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അതാണ് ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? 192 192 അല്ലേ? 192. പക്ഷെ നമുക്ക് ആ ഓപ്ഷനിൽ 192 ഇല്ലല്ലോ, 190 അല്ലേ ഉള്ളത്. പറഞ്ഞു മനസ്സിലായോ? മാക്സിമം ആണത്. അപ്പൊ അതിൽ കുറച്ചെടുക്കാൻ പറ്റുമല്ലോ. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇതിൽ ചെറിയ വാല്യൂ ആണ് പിച്ച് ആയിട്ട് എടുക്കേണ്ടത്. മീൻസ് ഒന്ന് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഈ വാല്യൂ അല്ലെങ്കിൽ 300. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ ചെറുത് വേണം എടുക്കാൻ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 192 അല്ലേ? പക്ഷെ 192 അല്ല, 190 ആണ് കൊടുത്തേക്കുന്നത്. അവർ അപ്രോക്സിമേറ്റ് ചെയ്ത് കൊടുത്തതായിരിക്കാമല്ലോ. സോ 190. പറഞ്ഞ മനസ്സിലാക്കിയില്ലേ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി വാല്യൂ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദ വാല്യൂ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ. ഓക്കെ, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ ആണിത് അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. D ആണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. ഇതിന്റെ മീനിങ് കൂടി വേണമെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കൊന്നും ഇല്ല. നമ്മളിപ്പോ ഒരു 5% അല്ലേ പറഞ്ഞേക്കുന്നത്, 5%. അതായത് ഒരു 100 ക്യൂബ് നമ്മൾ എടുത്തു. 100 ക്യൂബ് നമ്മളെടുത്ത് കാസ്റ്റ് ചെയ്ത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ, ഇപ്പം M30 ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്ന് വിചാരിക്കുക. കിട്ടേണ്ടത് എങ്ങനെ വേണം? 30ക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ അല്ലെ? മിനിമം 30 കിട്ടുന്ന രീതിയിൽ കിട്ടണം. അപ്പൊ അതിൽ ഇപ്പൊ 100 ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു 29 കിട്ടി, ഒരെണ്ണം 29.2 കിട്ടി, 29.5 കിട്ടി, 29.8 കിട്ടി, 29.9 കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് 4ഉം 30 താഴെ വരാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം 30 അല്ലെങ്കിൽ 30ന് മുകളിലേക്ക് ആയിരിക്കണം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? 100 ക്യൂബിൽ 95 എണ്ണം കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ മിനിമത്തിൽ കൂടുതൽ കിട്ടുക, ബാക്കി 5 എണ്ണം ഫെയിൽ, മീൻസ് നമുക്ക് സ്ട്രെങ്ത് കുറഞ്ഞാലും പ്രശ്നമില്ല. അതാണ് ഈ ഒരു ഡെഫിനിഷന്റെ മീനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്ചർ the maximum strain in concrete at the outermost compression fiber in bending is taken as. Simple question ആണ്. 0.0035, 0.035, 0.002, 0.035. അതെ, outermost compression fiber in bending എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.0035 ആണ്. കറക്റ്റ് ആണ് ആൻസർ, 0.0035. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The strength of a compression member with a helical reinforcement, the strength of similar member with the lateral ties. അതായത് ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റിന് ലാറ്ററൽ ടൈസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് സ്ട്രെങ്ത് കൂടുതലായിട്ടുണ്ട്? ഓക്കെ, എത്ര ടൈംസ് ആണ് സ്ട്രെങ്ത് കൂടുതലായിട്ടെന്നല്ല, എത്ര ടൈംസ് സ്ട്രെങ്ത്? അതെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 1.05 ടൈംസ് ആണ്. എന്ന് വെച്ചാൽ എത്ര ശതമാനം? 5% കൂടുതലാണ് അല്ലേ? ഇതാണ് നമ്മുടെ ലാറ്ററൽ ടൈം. അതുപോലെ ഇത് ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റും ആണ്. ഈ ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റിന് കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും.
ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, എത്ര കൂടുതൽ? 1.05 ടൈംസ് ആണ്, അല്ലെങ്കിൽ 5%. ശതമാനത്തിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, 5% കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മെമ്പർ ഇഫ് എ ട്രസ് വിച്ച് ഇസ് അണ്ടർ കംപ്രസീവ് ഫോഴ്സ് ഇസ് നോൺ ആസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ടൈ, സ്ട്രട്ട്, കോളർ, ബീം. അതെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതെ, ബി ആണ് കറക്റ്റ് ആൻസർ. സ്ട്രട്ട് ആണ് അല്ലെ. കംപ്രഷൻ മെമ്പറിനെ സ്ട്രട്ട് എന്നും വിളിക്കും, ടെൻഷൻ മെമ്പറിനെ ടൈ എന്നും വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു ദി നിയറസ്റ്റ് എഡ്ജ് ഇസ് നോൺ ആസ്. ബോൾട്ട് ഹോളിന്റെ സെന്റർ മുതൽ അതിന്റെ നിയറസ്റ്റ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ത്രോട്ട് തിക്നെസ്, ത്രോട്ട് ഡിസ്റ്റൻസ്, എഡ്ജ് ഡിസ്റ്റൻസ്, പിച്ച് ഡിസ്റ്റൻസ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ സി ആണ്, എഡ്ജ് ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മുടെ ആ ഒരു ബോൾട്ട് ഹോളിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ എഡ്ജ് ഡിസ്റ്റൻസ് ആണ് ഇത്. ഏതാണ്? ഇവിടുന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ്. ആൻഡ് എൻഡ് ഡിസ്റ്റൻസ് ആണ് ഇത്. ഓക്കെ ഓക്കെ, പിന്നെ വരുന്നത് ഗേജ് എന്ന് പറയുന്നുണ്ട്, പിച്ച് എന്ന് പറയുന്നുണ്ട്. പിച്ച് എന്താണ്? ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ സെയിം ഡയറക്ഷനിൽ വരുന്ന ഡിസ്റ്റൻസ് പിച്ച്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ഡിസ്റ്റൻസ് ഗേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The least value of design strength of bolt in bearing, design strength of bolt in shear is known as. Shear value, bolt value, gauge value, edge value. Shear value ആണോ അനന്തു? Least value of design strength of bolt in bearing, design strength of bolt in shear is known as. ഓക്കെ, ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് വേണം എക്സാമിന് ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ലീസ്റ്റ് വാല്യൂ, ഇതിൽ രണ്ടിലെയും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലീസ്റ്റ് വാല്യൂനെ വിളിക്കുന്ന പേര് ബോൾട്ട് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A simply supported beam of span L carries a uniformly distributed or W per unit length. The maximum bending moment at the midpoint will be. Simple question. നമ്മുടെ എപ്പോഴും കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നത്, പോയിന്റ് ലോഡ് വരുന്നതും, കാൻഡിലിവറിന്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. എ ആണ്, W×L²/8 അല്ലേ, ഇങ്ങനെ വരും. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെ, ആൻഡ് WL/2 സപ്പോർട്ട് റിയാക്ഷൻ, പിന്നെ വരുന്നത് W×L²/8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. As per IS 456, the minimum period before striking formwork for soffit to beam. Okay, ഇത് soffit, formworkന്റെ soffit അല്ലെങ്കിൽ ബീമിന്റെ soffit നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതിന് എത്ര സമയം, എത്ര ദിവസമാണ് എടുക്കുന്നത്? 3 days, 5 days, 7 days, 10 days. ഓക്കെ, എല്ലാ കണ്ടീഷൻസും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സോഫിറ്റ് മാത്രമല്ല, ബീമും സ്ലാബും പ്രോപ്സും എല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും സി ആണ് പറഞ്ഞേക്കുന്നത്. ഇതാണ്, ഈ ഒരു കണ്ടീഷൻസ് എല്ലാം പഠിച്ചിട്ട് പോവുക. റിമൂവൽ ഓഫ് ഫോംവർക്ക് അല്ലെ, വോള്, കോളം, വെർട്ടിക്കൽ സൈഡ് ഓഫ് ബീം ആണെങ്കിൽ 1 to 2 days ആണ്. ചില പുസ്തകങ്ങളിൽ അത് 16 മണിക്കൂർ മുതൽ 24 മണിക്കൂർ എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൊടുത്തിട്ടുണ്ട്, ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സ്ലാബ് 3 days, ബീം സോഫിറ്റ് 7 days. ദെൻ ഇത്രയും വരുന്നത് ഫോംവർക്കിന്റെ കാര്യമാണ്. ഇനി അടുത്ത എന്താണ്? ഫോംവർക്കിന്റെ താഴെ, ഫോംവർക്ക് ഇതാണെങ്കിൽ ഫോംവർക്കിന്റെ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, ഇങ്ങനത്തെ. ഓക്കെ, മുള കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ തട്ടടിക്കുമ്പോൾ താഴെ സപ്പോർട്ട് കൊടുക്കുന്ന ഈ ഒരു സംഭവം, അത് റിമൂവ് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് പ്രോപ്സ് അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് മാറ്റേണ്ടത് സ്ലാബിനാണെങ്കിൽ, സ്ലാബിന് 2 സ്പാൻ ആണ്. 4.5 മീറ്റർ വരെയുള്ള സ്ലാബ് ആണെങ്കിൽ പ്രോപ്പ് റിമൂവ് ചെയ്യേണ്ടത് 7 ദിവസം കഴിയുമ്പോൾ, 4.5 മീറ്ററിനേക്കാൾ കൂടുതലായിട്ട് സ്പാനുള്ള സ്ലാബ് ആണെങ്കിൽ 14 ദിവസം. ദെൻ ബീമിന്റെയും ആർച്ചിന്റെയും കേസ് ആണെങ്കിൽ പ്രോപ്പ് റിമൂവ് ചെയ്യേണ്ടത് 6 മീറ്റർ വരെ 14, അതായത് 6 മീറ്റർ വരെയുള്ള ബീം അല്ലെങ്കിൽ ആർച്ച് ആണെങ്കിൽ 14 ഡേയ്സ്, 6 മീറ്റർ കൂടുതലായിട്ടുള്ള സ്പാൻ ആണെങ്കിൽ 21 ദിവസം. ഇത്രയും പഠിച്ചു വെക്കുക, പഠിക്കാൻ വളരെ പ്രയാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 7 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫൈബേഴ്സ് ഇൻ ന്യൂട്രൽ ലെയർ ഓഫ് എ ബീം അണ്ടർ സിമ്പിൾ ബെൻഡിങ് ഈസ് ഓൾവേസ് സ്ട്രെസ്ഡ്. രണ്ടാമത്തത്, ദ റിസൾട്ടന്റ് പുൾ ഓർ ത്രസ്റ്റ് ഓൺ എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ബീം അണ്ടർ പ്യുവർ ബെൻഡിങ് ഈസ് 0. Out of the following, which option is correct?
statement 1 and statement 2 are true. Statement 1 is true and statement 2 is false. Statement 1 is false and statement 2 is true. Statement 1 and 2 are false. ഓക്കെ, എല്ലാവർക്കും എന്താണ് വായിച്ചിട്ട് മനസ്സിലായതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആൻസർ പറയാം. ഒരു ബീം ഉണ്ട്, ആ ബീമിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുന്നു. ലോഡ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അതിന് എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. സോ ഈ ഒരു രീതിയിൽ അത് ബെൻഡ് ആവും, ഫ്ലക്ചർ സംഭവിക്കും അല്ലേ? അപ്പോൾ ടോപ്പിലെ ഫൈബേഴ്സിന് കംപ്രഷനും ബോട്ടത്തിലെ ഫൈബേഴ്സിന് ടെൻഷനും ആയിരിക്കും വരുന്നത്. ഇതിനിടയിലായിട്ട് ഒരു ലെയർ ഉണ്ട്, ദർ ഇസ് നോ കംപ്രഷൻ ഓർ ടെൻഷൻ അല്ലെ? ആ ലെയറിനെ വിളിക്കുന്ന പേര് ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ന്യൂട്രൽ ആക്സിസിൽ യാതൊരു വിധത്തിലുള്ള എഫക്റ്റുകളും ഇല്ല, സ്ട്രെസ്സിന്റെ ഒരു സ്ട്രെസ്സും ഇല്ല അല്ലെ? അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫൈബേഴ്സ് ഇൻ ദി ന്യൂട്രൽ ലെയർ ഓഫ് ദി ബീം അണ്ടർ സിമ്പിൾ ബെൻഡിങ് ഈസ് ഓൾവേസ് സ്ട്രെസ്ഡ്. അത് തെറ്റാണ് അല്ലെ? നമുക്കത് തെറ്റാണെന്ന് പറയാം, കാരണം അവിടെ ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഇല്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ റിസൾട്ടന്റ് പുൾ ഓർ ത്രസ്റ്റ് ഓൺ എ ട്രാൻസ്ഫർ സെക്ഷൻ. ട്രാൻസ്ഫർ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എങ്ങനെയാ? ഇങ്ങനെയും ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ഇങ്ങനെയുമാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് നോർമലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുമാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് കംപ്രഷനും ടെൻഷനും ആക്ട് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ സിമ്പിൾ ബെൻഡിങ്ങിന്റെ കേസിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ സ്ട്രെസ്സുകൾ ഉണ്ടാവും, പക്ഷേ പ്യുവർ ബെൻഡിങ്ങിൽ നമ്മൾ ഒള്ളി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സുകൾ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ് തിയറി. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതിൽ ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന 2 സെന്റൻസുകൾ ഇപ്പൊ വായിക്കുക, ബാക്കി നിങ്ങൾ തനിയെ വായിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ സ്ട്രെസ്സുകൾ കൺസിഡർ ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തത്, ഇൻ എ സ്ട്രെയിറ്റ് ബാർ ദ ലെങ്ത് ഓഫ് 1 ഹുക്ക് മേ ബി ടേക്കൺ ആസ്. ഇൻ എ സ്ട്രെയിറ്റ് ബാർ ദ ലെങ്ത് ഓഫ് 1 ഹുക്ക്, ഒരു ഹുക്കിന്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി ആ ഫിഗർ കാണിച്ച് പറഞ്ഞതാണ് അല്ലേ? ഒരു ഹുക്കിന്റെ ലെങ്ത് എത്രയാണ് എടുക്കുന്നത്? 2 ഹുക്കും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നേരത്തെ L+18D പറഞ്ഞത്. സോ ഒരു ഹുക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ നീളം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വളവിന്റെ ആ ഒരു നീളം എന്ന് പറയുന്നത് അതെ 9D ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ ഓഫ് പിൻസ് ഈസ് പ്രൈമർലി ഗവേൺഡ് ബൈ. പിൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ഫാക്ടർ ആണ് അല്ലെങ്കിൽ എന്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ഷിയർ, ബിയറിംഗ്, ഫ്ലെക്ചർ, ഓൾ ഓഫ് ദം. പിൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പ്ലേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിവറ്റ്സോ ബോൾസോ എന്ത് വേണേലും ആവും. ആ ഡിസൈൻ ഓഫ് പിൻ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്? ഓക്കെ, എല്ലാവരും ഷിയർ ആണ് പറയുന്നത്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അഖിലും ഐശ്വര്യയും ഇതിനുള്ള ആൻസർ ആണോ പറഞ്ഞത്? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഷിയർ, ബിയറിംഗ്, ഫ്ലെക്ചർ. ഓക്കെ, 2 പ്ലേറ്റുകളെ തമ്മിൽ നമ്മൾ പിൻസ് യൂസ് ചെയ്യുന്നത് 2 പ്ലേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു പിന്നു കൊടുത്തു അല്ലേ? ഈ പ്ലേറ്റുകൾക്ക് ഷിയർ സംഭവിക്കും. എന്ത് സംഭവിക്കും? ഈ ഒരു പിന്നിന് ബെൻഡിങ് അല്ലെങ്കിൽ ബക്കിൾ ആവാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത് അല്ലേ? സോ ഫ്ലെക്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ കേട്ടോ. അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The nominal cover provided for concrete exposed to moderate exposure condition should not be less than. Nominal cover provided for concrete exposed to moderate exposure condition ആണ്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. അതിൽ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ എത്രയാണ് നോമിനൽ കവർ എന്ന് പറയുന്നത്? ഓക്കെ, ആതിര ഡി ആണ് പറഞ്ഞേക്കുന്നത് 30, നിജ സി ആണ്. ഓക്കെ, നിജയും അനഖയും സിയും, ബാക്കിയുള്ളവർ ഡിയും ആണ് പറഞ്ഞത്. നമ്മുടെ IS കോഡ് പ്രകാരമുള്ള വാല്യൂസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളുടെ സംശയം മാറുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ IS കോഡിന്റെ ആ ഒരു പേജ്, മീൻസ് ആ ഒരു ഭാഗം ക്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ആർക്കും ഇല്ലെന്ന് വിചാരിക്കുന്നു. മൈൽഡ് വരുമ്പോൾ 20, മോഡറേറ്റ് വരുമ്പോൾ 30, ദെൻ സിവിയർ വരുമ്പോഴാണ് 45 കേട്ടോ. അല്ലേ 45 സിവിയറിന്, ദെൻ വെരി സിവിയറിന് 50, ദെൻ എക്സ്ട്രീമിന് 75. അപ്പോൾ മോഡറേറ്റിന്റെ കണ്ടീഷൻ 30 ആണ് കേട്ടോ. ക്ലിയർ ആയില്ലേ?
ഓക്കെ അല്ലേ അഖിലേ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എത്രയാണ്? 30. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ക്വാണ്ടിറ്റി ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് ഇസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റി ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ്, ഒരു സിമെന്റിന്റെ എത്രയാണ് ക്വാണ്ടിറ്റി അല്ലെ, വോളിയം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 0 കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. സോ 0.035 മീറ്റർ ക്യൂബ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കാർബൺ കണ്ടന്റ് ഓഫ് സ്റ്റീൽ ഇസ്. സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് എത്രയാണ്? 1 to 2.5%, 10 to 25, 0.1 to 0.25%, 0.01 to 0.025%. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഓർമ്മ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞ സി ആണ് ആൻസർ. 0.1 to 0.25% ആണ്, ഇങ്ങനെ വരും അല്ലെ. കാസ്റ്റ് അയൺ 2.1 to 4, ദെൻ അടുത്ത വോറോട്ട് അയൺ 0.08 to 0.15, സ്റ്റീൽ നമ്മുടെ ആൻസർ ഇതാണ്. ദെൻ പിഗ് അയൺ 5 to 6. മോസ്റ്റ് ഇംപ്യൂർ ഫോം, ഇംപ്യൂർ അതായത് ഏറ്റവും ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിരിക്കുന്നത് പിഗ് അയൺ ആണ്. ദെൻ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്നത് റോട്ട് അയൺ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ സി ആണ്, 0.1 to 0.25%. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി കറസ്പോണ്ടിങ് പ്രൊപ്പോർഷൻ ഓഫ് M7.5 കോൺക്രീറ്റ് ഇസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. M7.5 കോൺക്രീറ്റിന്റെ മിക്സ് പ്രൊപ്പോർഷൻ എത്രയാണ്? M5, M7.5, 10, 15, 20, 25. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലായി. സോ നമ്മുടെ ആൻസർ വരുന്നത് 1:4:8 ആണ്. സോ ഇതൊന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇത്രയും വാല്യൂസ്. സോ ആൻസർ വരുന്നത് 1:4:8. അടുത്ത ക്വസ്റ്റ്യൻ, TMT ഇൻ TMT സ്റ്റീൽ ബാർ സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് TMT എന്ന് വെച്ചാൽ? ഫുൾ ഫോം thermomechanically treated, twisted, mild tempered, then temperature maintained, twisted, torsion maintained and treated. Simple question ആണ് അല്ലേ. Thermomechanically treated, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of design strength of a tied reinforced RCC column to spiral reinforced RCC column. അതിന്റെ റേഷ്യോ എത്രയാണ്? നേരത്തെ നമ്മൾ എത്ര ടൈംസ് ആണ് കൂടുതൽ കുറവെന്നാണ് പറഞ്ഞത്. എത്ര? ഇതും ടൈംസ് തന്നെയാ അല്ലേ. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. എല്ലാവരും എ ആണ് പറഞ്ഞേക്കുന്നത്. സോ കറക്റ്റ് ആണ്, 0.95. ഓക്കെ, തിരിച്ചാണ് റേഷ്യോ വന്നെങ്കിൽ 1.05 നമ്മുടെ നേരത്തെ വാല്യൂ വരും അല്ലെ, 5 കൂടുതൽ. ഓക്കെ, അടുത്ത കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ പ്രീ ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, ദി ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ, ഷോൾ ബി നോട്ട് ലെസ് ദാൻ. പ്രീ ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. പ്രീ സ്ട്രെസ്ഡിൽ തന്നെ പ്രീ ടെൻഷനിങ്ങും ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങും ഉണ്ട്. അതിൽ പ്രീ ടെൻഷനിങ് നമ്മൾ ഓൾറെഡി ആ ഒരു ടേബിൾ ഞാൻ കാണിച്ചതാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീ ടെൻഷനിങ്, പ്രീയും പോസ്റ്റും ഓർത്തിരിക്കാൻ, പ്രീക്ക് കൂടുതലും പോസ്റ്റിന് കുറവ് എന്നുള്ള രീതിയിൽ പഠിക്കുക. പ്രീ ടെൻഷനിങ് വരുമ്പോൾ M40 വരും. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. പോസ്റ്റ് ആണെങ്കിൽ M30 വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ബോൾട്ടഡ് കണക്ഷൻ, ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫാസ്റ്റനേഴ്സ്. ആൻസർ M40 കേട്ടോ ഗായത്രി. M40 ആണ് പ്രീ ടെൻഷനിങ്ങിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. റേഷ്യോ 0.95. റേഷ്യോ ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ടൈഡ് റെയിൻഫോഴ്സ്ഡ് RCC കോളം, അതായത് ലാറ്ററൽ ടൈസ് നമ്മൾ ഉപയോഗിക്കത്തില്ലേ, ലാറ്ററൽ ടൈസും ഉണ്ട്. ഓക്കെ, സ്പൈറൽ റെയിൻഫോഴ്സ്മെന്റ് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. തിരിച്ചായിരുന്നെങ്കിൽ അത് 1.05 ആണ്. ഓക്കെ, bolted കണക്ഷനിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫാസ്റ്റനേഴ്സ് ഇൻ എ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആണ്. ഓക്കെ, ഇൻ ദി ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ലോഡ് ആയിരുന്നുവെങ്കിൽ അറിയാലോ. ഓക്കെ, അപ്പൊ ആൻസർ അനന്തു ബി പറഞ്ഞു, ജംഷീർ ബി പറഞ്ഞു, നിജ ബി, എല്ലാവരും ബി ആണ് പറഞ്ഞേക്കുന്നത്. സോ കറക്റ്റ് ആണ് ആൻസർ, പിച്ച് ആണ് അല്ലെ. ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലോഡ്, നമ്മൾ ലോഡിന്റെ ഡയറക്ഷൻ പി ആണ് ലോഡെങ്കിൽ പി പിച്ച് എന്നുള്ള രീതി പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IS 800, ദി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ഫോർ മെറ്റീരിയൽ ഗാമ, ഇത് ഗാമയാണ് കേട്ടോ, വൈ അല്ല ഗാമ. ഓക്കെ, ഇസ് ഇൻ ദ റേഞ്ച്, ഗാമയുടെ റേഞ്ച് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആസ് പെർ IS 800. IS 800 പ്രകാരമുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിന്റെ വാല്യൂസ് ഏത് റേഞ്ചിലാണ്? 1.1 to 1.5, 1.25 to 2, 1 to 1.25, 1 to 1.5. ആദ്യം ഡി ആണ് പറഞ്ഞേക്കുന്നത്, ബാക്കിയുള്ളവരുടെ ആൻസറും കൂടെ കേൾക്കണം.
ഓക്കെ, അഖിൽ സി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവര് എളുപ്പം പറയണം കേട്ടോ. ഗായത്രി സി ആണ് പറഞ്ഞിരിക്കുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽസ്, അതായത് ഗാമ M0, ഗാമ M1 അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, ഗാമ 0. ഓക്കെ, സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ എ ആണ് കേട്ടോ. എ ആണ്. 1.1 to 1.5 ആണ്. ഇതാണ് നമ്മുടെ ടേബിൾ ഫോർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, ഈ ഒരു ടേബിൾ നമ്മുടെ IS 800 കറക്റ്റ് ക്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഓരോ കേസ് ഉണ്ടല്ലേ, ടെൻഷൻ മെമ്പേഴ്സിന്റെ കേസിൽ ഈൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. ദെൻ അടുത്തത് ബക്ലിംഗ് ഉണ്ട്, അൾട്ടിമേറ്റ് ലോഡ് ഉണ്ട്, പിന്നെ വരുന്നതാണ് ബോൾട്ടിന്റെ പേരിൽ ഏറ്റവും താഴെ മീൻസ് 1.25 വരെയാണ്, പക്ഷെ ഫീൽഡ് വരുമ്പോഴത്തേനും 1.5 വരും വെൽഡിന്റെ കേസിൽ. ഓക്കെ, അപ്പം 1.1 മുതൽ 1.5 വരെയാണ് റേഞ്ച് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്. പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പൊ ആൻസർ വരുന്നത് കറക്റ്റ് 1.1 to 1.5 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സൈസ് ഓഫ് റിവറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ. റിവറ്റിന്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓക്കെ, എല്ലാവരും ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ഷാങ്ക് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ റിവറ്റ് എങ്കിൽ ഇത് ഹെഡ് വരും, ഇതാണ് ഷാങ്ക് അല്ലെങ്കിൽ ബോഡി. ഇതാണ് നമ്മുടെ മീൻസ് ഒരു ഹോള്, ബോൾട്ട് ഹോൾ ഇട്ട് അല്ലെങ്കിൽ റിവറ്റ് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ റിവറ്റിലേക്ക് കയറുന്ന ഭാഗം ഇതാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ദി ഷാങ്ക് വെച്ചിട്ടാണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് നോമിനൽ ഡയമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ക്ലിയർ കവർ റിക്വയർഡ് ഫോർ എ കോളം. കോളത്തിന് വേണ്ടിയിട്ടുള്ള മിനിമം ക്ലിയർ കവർ എത്രയാണ്? നമ്മൾ ഓൾറെഡി കുറേതിന്റെ പറഞ്ഞതാണ് വാല്യൂസ് അല്ലേ. ഓക്കെ, എളുപ്പം പറയാട്ടോ, സമയം ആയിക്കൊണ്ടിരിക്കുന്നു, മാക്സിമം ക്വസ്റ്റ്യൻ പറയണം. സോ മിനിമം ക്ലിയർ കവർ റിക്വയർഡ് ഫോർ കോളം എന്ന് പറയുന്നത് എത്രയാണ്? അതെ, കറക്റ്റ് ആണ്, 40 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് yield stress does a twisted bar have more than an ordinary mild steel bar? ഓർഡിനറി മൈൽഡ് സ്റ്റീൽ ബാറിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് ബാറിന് എത്ര yield സ്ട്രെസ് ഉണ്ട്? 50%, 20%, 10%, 30%. നിജ എ ആണ് പറഞ്ഞേക്കുന്നത്, അനഘയും എ ആണ്. ബാക്കിയുള്ളവർ പറയൂ. ഓക്കെ, ഒരു മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് വെച്ചാൽ എന്താണ്? പ്ലെയിൻ ബാർ ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഒരു ബാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റെയിൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ യാതൊരു വിധത്തിലുള്ള കൊറുഗേഷൻസോ മീൻസ് ഗ്രിപ്പുകളോ ഒന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ മൈൽഡ് സ്റ്റീൽ ബാറും HYSD. ഓക്കെ, ഓക്കെ, 60%. അതെ, 60% വരാം, പക്ഷെ നമ്മുടെ ഓപ്ഷൻ പ്രകാരം 50% പറഞ്ഞാൽ മതി കേട്ടോ. 60% നമ്മൾ നോർമലായിട്ട് ഡെവലപ്മെന്റ് ലെങ്ത് ഒക്കെ പറയുമ്പം ടെൻഷനും കംപ്രഷനും ഒക്കെ നമ്മൾ ഓരോ കേസ് 25% ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഓപ്ഷൻ പ്രകാരം 50% ആണ് PSC യുടെ ആൻസർ കേട്ടോ. അല്ലേ, 60% തെറ്റൊന്നുമല്ല. അടുത്തത്, ഇൻ എ കാൻഡിലിവർ ബീം ദ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ. ഇൻ എ കാൻഡിലിവർ ബീം ദ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ top at free end of the beam, top at fixed end of the beam, middle at free end of the beam, bottom at free end of the beam. നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളത് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്, പക്ഷെ ഇവിടെ ടോപ്പിൽ തന്നെ ഫ്രീ എൻഡിലാണോ ഫിക്സഡ് എൻഡിലാണോ അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ടോപ്പ് അറ്റ് ഫിക്സഡ് എൻഡ് ഓഫ് ദി ബീം, ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് 3 ഉണ്ട്, 3 വായിച്ചു നോക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് ഓപ്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത് നോക്കുക. Welded structures are usually lighter than riveted structures. Weldings allows the arrangement of structural components in such a manner that the joint provides maximum efficiency. During welding, the member do not get distorted. 1, 2 and 3 correct. 2 and 3 are correct. 1 and 2 are correct. 1 and 3 are correct. ഓക്കെ, എല്ലാവരും സി ആണ് കൂടുതലും പറഞ്ഞേക്കുന്നത്, പക്ഷെ PSC യുടെ ആൻസർ വന്നപ്പം
1, 2 and 3 കറക്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നത് കേട്ടോ. ഓക്കെ, എ ആണ് കറക്റ്റ് ആയിട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെൽഡിങ്ങിൽ മീൻസ് നമ്മൾ വെൽഡിങ് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എഫക്റ്റഡ് ഏരിയ അല്ലെ, ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓവറായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പറിന്റെ എന്താണ് പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും, പക്ഷെ ഡിസ്റ്റോർഷൻ സംഭവിക്കത്തില്ല. മനസ്സിലായോ? കാരണം പേരന്റ് മെറ്റലിനെ ചില കേസിൽ ഉരുക്കിയല്ല നമ്മൾ ചേർക്കുന്നത്, അത് നമുക്ക് വെൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടും റിവറ്റഡ് സ്ട്രക്ചേഴ്സിനെക്കാളിലും എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെന്താണ് ഇത് എഫിഷ്യൻസി റിവറ്റിനേക്കാളും ഒരുപാട് കൂടുതലാണ് എഫിഷ്യൻസി, ഒരു 90 to 95% എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. പിന്നെ മെമ്പർ ഡു നോട്ട് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ വെൽഡിങ് ചെയ്യാം, എക്സ്ട്രാ മെറ്റലിനെ ഉരുക്കി ചേർക്കാം, പേരന്റ് മെറ്റലിനെ ഉരുക്കി ചേർക്കാം. ഓക്കെ, അപ്പം 1, 2, 3 കറക്റ്റ് എന്നുള്ള രീതിയിലാണ് PSCയുടെ ആൻസർ വന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ കോൺക്രീറ്റ് ബീംസ് ഷോൾ നോട്ട് എക്സീഡ്. The maximum area of tension reinforcement in concrete beams shall not exceed. ബീമിന്റെ കേസാണ്. ബീമിലെ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, 4% ആണ് അല്ലേ. മിനിമം വരുമ്പം മൈൽഡ് സ്റ്റീലിനും HYSD ബാറിനും സെപ്പറേറ്റ് പഠിക്കുക, 0.12 0.15. ഓക്കെ, എല്ലാം പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഓൾട്ടർനേറ്റ് ബാർസ് ആർ കർട്ടൈൽഡ് അറ്റ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്ലാബിൽ ഓൾട്ടർനേറ്റ് ബാർസ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബാറിൽ നമ്മൾ കൊടുക്കുന്നത് മെയിൻ ബാറുകൾ ഇങ്ങനെയും കൊടുക്കാം, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ ഈ ഒരു രീതിയിലും കൊടുക്കാൻ പറ്റും. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? അതെ, 1/7 ഓഫ് ദി സ്പാനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കർട്ടൈൽമെന്റ് കൊടുക്കുന്നത് അല്ലെ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1/7 ഓഫ് ദി സ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പിച്ച് ഓഫ് ദി മെയിൻ ബാർസ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഷുഡ് നോട്ട് എക്സീഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് ഡെപ്ത് ബൈ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള ബാറുകൾ യൂസ് ചെയ്യും, മെയിൻ ബാറുകളും ഡിസ്ട്രിബ്യൂഷൻ ബാറുകളും. മെയിൻ ബാറിന്റെ എന്താണ് പിച്ച് ഷുഡ് നോട്ട് എക്സീഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് ഡെപ്ത് ബൈ എത്ര ടൈംസ് ആണ്? എത്ര ടൈംസ് ആണ്? ആൻസർ പറയാ എല്ലാവരും. ഓക്കെ, കുറച്ചു പേർക്ക് ബി ആണ് പറഞ്ഞത്. 3 times ആണ് കേട്ടോ കറക്റ്റ്. ഇതാണ് നമ്മുടെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ. പിന്നെ ഒരു കാര്യം, നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. സ്പേസിംഗ് ഷോൾ നോട്ട് ബി മോർ ദാൻ 3 times ദി ഇഫക്റ്റീവ് ഡെപ്ത് ഓർ 300 mm വിച്ച് എവർ ഈസ് സ്മോൾ. ഇതാണ് 300 mm 3 times. കാരണം മെയിൻ റെയിൻഫോഴ്സ്മെന്റിന്റെ പിച്ച് കുറവായിരിക്കണം, അടുത്തടുത്ത് കൊടുക്കണം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ബാറിന് കുറച്ച് പിച്ച് കൂടിയാലും കുഴപ്പമില്ല. സോ 5 times അല്ലെങ്കിൽ എന്താണ് 450 mm ആണ്. ഈ വാല്യൂവും പഠിച്ചു വെക്കണം, 300 mm. ഓക്കെ, ഇതാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ആണ് ആൻസർ. സോ 3 times ആണ്, 3 times ദി ഇഫക്റ്റീവ് ഡെപ്ത്. ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, spacing of stirrups in a rectangular beam is. Spacing of stirrups in a rectangular beam is kept constant throughout the length, decreased towards the center of the beam, increased at the ends, increased at the center of the beam. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഈ രീതിയിൽ വരും അല്ലെ. സെന്ററിലേക്ക് സ്റ്റിറപ്പുകളുടെ അകലം കൂട്ടിക്കൊടുക്കാം, ആൻഡ് ഇവിടേക്ക് സപ്പോർട്ടിലേക്ക് എന്താണ് കുറച്ചു കൊടുക്കാം അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻക്രീസ് അറ്റ് ദി സെന്റർ ഓഫ് ദി ബീം. ഇതാണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നമുക്ക് നോട്ടിൽ ആഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ?